ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മത്തുൻ. നബീന റസൂലുള്ളാഹി തങ്ങൾ അവിടെയും ചർച്ച ചെയ്തിട്ടുണ്ട്. ഉലമാക്കൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബിന്റെ നേതാവ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി തആല അലൈഹി വഫാത്താകുന്ന സമയത്താണ് ഷാഫി ഇമാം ജനിക്കുന്നത്. ആ ഷാഫി ഇമാം ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നാട്ടിൽ പോയപ്പോ ഖുനൂത്ത് ബഹിഷ്കരിച്ചു. ഖുനൂത്ത് ഒഴിവാക്കി. ഇസ്ലാമിൽ നിന്ന് പുറത്തൊന്നും പോയില്ല ഷാഫി ഇമാം. ഇന്ന് ഖുനൂത്ത് ഓതിയില്ല, നിസ്കാരം ബാത്തിലായി പോയി. ഒരിക്കലും ബാത്തിലായില്ല. അതുകൊണ്ട് അബ്ആദ് സുന്നത്തിൽപ്പെട്ട കാര്യമാണ് ഈ ഖുനൂത്ത്. ഒരുപക്ഷെ ഖുനൂത്ത് ഇല്ലാതെ വിട്ടുപോയാലും നമസ്കാരം ഒന്നും ബാത്തിലാവില്ല. പക്ഷെ ഷാഫി ഇമാം റഹ്മഹുല്ലാ അബൂ ഹനീഫ ഇമാമിനെ അവിടെ പിൻപറ്റിക്കാണ് മഹത്വം ആദരിച്ചു, ബഹുമാനിച്ചു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഷാഫി പണ്ഡിതന്മാർ ഷാഫി മദ്ഹബിന്റെ മഹത്വം നമ്മളെല്ലാവരും ഇന്ന് രാവിലെ സുബഹിക്ക് ഖുനൂത്ത് ഓതുമെങ്കിൽ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹനീഫ ഇമാമിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ മദ്ഹബിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വീകരിച്ചു. ഖുനൂത്ത് ആ ദിവസം ഒഴിവാക്കി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അവർക്ക് വല്ല പ്രശ്നം ഉണ്ടായോ? ഒരു പ്രശ്നം ഉണ്ടായില്ല. ഉലമാക്കൾക്കിടയിൽ ഇന്ന് ഷാഫി, ഇന്ന് ഹനഫി, ഇന്ന് ഹംബലി, ഇന്ന് മാലിക് മദ്ഹബുകളുണ്ട്. ഈ മദ്ഹബിനെ ഒന്നും നമുക്ക് എതിർക്കാൻ കഴിയില്ല. ഈ മദ്ഹബിനെ സ്വീകരിക്കാതെ നമുക്ക് ഒരു അമലും ചെയ്യാൻ പറ്റൂല. ഈ നാലാലൊരു മദ്ഹബ് കൊണ്ടല്ലാതെ കണ്ട് നമുക്ക് ഒരമലും ചെയ്യാൻ പറ്റുകയില്ല. ഓരോ വ്യക്താക്കളും ഓരോ നാട്ടിലും ഓരോ മദ്ഹബിന്റെ ഉടമകൾ കാണും. ഒരുപക്ഷെ ഏറ്റവും ഭൂരിപക്ഷം കൂടുതലും ഹനഫി മദ്ഹബുകളായിരിക്കും എന്ന് തോന്നുന്നു. എന്റെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഹനഫി മദ്ഹബുകളാണ്. അതേപോലെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇവരാരും ഷാഫി ഇമാമോ ഹനഫി ഇമാമോ ഇവരൊക്കെ ചെറിയ ചെറിയ മസലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയമാണെങ്കിൽ ഒരാളും ഒരാളെ കുറിച്ചും ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ അവിടുത്തെ പിൻഗാമികളായ അവിടുത്തെ ശിഷ്യന്മാർ മറ്റൊരു പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപിക്കുകയോ ചെയ്ത ചരിത്ര പാരമ്പര്യമില്ല. ഇതൊക്കെ ഇഖ്തിലാഫ്, അത് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം. പക്ഷെ സാധാരണക്കാർ അതിനുവേണ്ടി കൊടിപിടിക്കാൻ നിൽക്കണ്ട. സാധാരണക്കാരൻ അതിനുവേണ്ടി ഒത്താശ പാടാൻ നിൽക്കണ്ട. നമുക്ക് വേണ്ടത് ഐക്യമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ടി നമ്മൾ മയ്യത്ത് നമസ്കരിക്കും, അയാൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറും മെഹ്റാബും ലോകത്തെ മുസൽമാന് വേണ്ടി ഗർജിക്കുന്നു. നമ്മൾ അറിയുന്നുണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും ഇമാം ഖത്തീബ് ഖുത്ബ പ്രഭാഷണം നടത്തി ആ ഖുത്ബയിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് ലോകത്തെ മുസൽമാന് വേണ്ടിയിട്ട് ദുആ ചെയ്യാറുണ്ട്. ആര് ചെയ്യുന്നു? നമ്മളെല്ലാം ആമീൻ പറയുന്നു. എല്ലാ ഗ്രൂപ്പുകാരും ആമീൻ പറയുന്നു. എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും സി ഗ്രൂപ്പും ഡി ഗ്രൂപ്പും എല്ലാം ആമീൻ ആമീൻ പറയുന്നു. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വഖാദിൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറുകളും മെഹ്റാബുകളും ഗർജിക്കുകയല്ലേ? പരിശുദ്ധമായ കഅബയിലെ മിമ്പർ പോലും ഗർജിക്കുകയല്ലേ? മദീന പള്ളിയുടെ ഉമ്മറപ്പടി ഗർജിക്കുകയല്ലേ? അല്ലാഹുവേ അല്ലാഹുവേ, ലോകത്തുള്ള വിശ്വാസിനികൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ലോകത്തുള്ള മുസ്ലിം സഹോദരന്മാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുമ്മ അജ്ർനാ മിനന്നാർ. പടച്ചവരെ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കരകയറ്റണമേ അല്ലാ. അല്ലാഹുവിനോട് മുസ്ലിം ലോകത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ് ഓരോ മിമ്പറും ഓരോ മെഹ്റാബ്. അല്ലാഹുമ്മ അജ്ർനി, എന്നെ നീ സ്വർഗ്ഗത്തിലേക്ക് കയറ്റണമേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നല്ല ദുആ ചെയ്യുന്നത്. അല്ലാഹുമ്മ അജ്ർനാ, പടച്ചവനെ ഞങ്ങളെ നീ സ്വർഗ്ഗലോകത്തേക്ക് കയറ്റണമേ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ. വഅദ്ഖിൽനാ ബിറഹ്മതിക റബ്ബനാ ദാറക ദാറസ്സലാം. പടച്ചവനെ, ദാറുസ്സലാം എന്ന സ്വർഗ്ഗലോകത്തേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ. പടച്ചവനെ, സ്വർഗ്ഗലോകത്തിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ പടച്ചവനെ എന്ന് എല്ലാ നമസ്കാരത്തിന് ശേഷവും ഇമാമികൾ ദുആ ചെയ്യുമ്പോ നമ്മൾ ആമീൻ പറയുന്നില്ലേ? വഅദ്ഖിൽനൽ ജന്നത, പടച്ചവനെ ഞങ്ങളെ നീ സ്വർഗ്ഗത്തിലേക്ക് കയറ്റണമേ അല്ലാ. ഓരോ നമസ്കാരത്തിൽ അത്തഹിയാത്ത് ഓതുമ്പോൾ ലോകത്തെ മുസൽമാൻ അവന്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ
അത്തഹിയാത്ത് ഓതുമ്പോ ലോക മുസ്ലിമേ, നീ പള്ളിയിൽ നമസ്കരിച്ചാലും വീട്ടിൽ നമസ്കരിച്ചാലും നമ്മുടെ ഉമ്മ പെങ്ങന്മാര് വീട്ടിൽ നമസ്കരിച്ചാലും അത്തഹിയാത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ദുആ ചെയ്യുന്നത് ആർക്കാണെന്നറിയുമോ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. പടച്ചവരെ, ഞങ്ങൾക്ക് നീ സമാധാനം നൽകണമേ. സാലിഹീങ്ങളായ ലോകത്തുള്ള നിന്റെ ദാസന്മാരുണ്ടല്ലോ, നിന്റെ ദാസിമാരുണ്ടല്ലോ, അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ, അവർക്ക് നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിലും മക്ക പള്ളിയിലും വെച്ച് ദുആ ചെയ്തുവെങ്കിൽ, അത്തഹിയാത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നുവെങ്കിൽ അവിടെ ഗ്രൂപ്പില്ലായിരുന്നു സഹോദരാ. ആരുടെ അന്ത്യമാണ് ശരിയാവുക, ആരുടെ അന്ത്യമാണ് മോശമാവുക, ആരുടെ അന്ത്യമാണ് രക്ഷപ്പെടുക എന്ന് എനിക്കോ നിങ്ങൾക്കോ പറയാൻ കഴിയില്ല. ഓരോ സന്ദർഭത്തിലും അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ തബ്ബിത് ഖൽബി അലാ ദീനിക വ തഅതിക വ ഈമാനിക. പടച്ചവരെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിലും നിന്റെ വെളിപ്പെടലിലും നിന്റെ താഅത്തിലും നിന്റെ വിശ്വാസത്തിലും ഉറപ്പിച്ചു നിർത്തണേ അല്ലാ, ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ഇന്ന് കഅബയിലേക്ക് പോകുമ്പോ, ഇന്ന് അറഫായിലേക്ക് പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഈ ദുആ നിങ്ങൾ കൂടുതൽ ചെയ്യണമേ എന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ ദുനിയാവിൽ വെച്ച് ഈമാന് പതറിപ്പോകാതിരിക്കാനാണത്. ഏതെങ്കിലും ഒന്ന് കാണുമ്പോ നമ്മുടെ ഈമാന് മാറിപ്പോകാതിരിക്കാനാണത്. നാളെ മഹ്ശറാ സഭയിലേക്ക് പോയാൽ നമ്മെ ഇവിടെ പിഴപ്പിച്ച ഒരാൾ പോലും ആഖിറത്തിൽ നമ്മെ സഹായിക്കാൻ കാണുകയില്ല. ദുനിയാവിൽ വെച്ച് പിഴപ്പിച്ച വർഗങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് കാട്ടിക്കൊടുക്കുമത്രേ. വലാ യസ്അലു ഹമീമുൻ ഹമീമാ യുബസ്സറൂനഹും യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദീ മിൻ അദാബി യൗമിദിൻ ബിബനീ വസാഹിബതിഹി വഅഖീഹി വഫസീലതിഹി അല്ലതി തുവീ. നാളെ മഹ്ശറയിൽ ഓരോരുത്തരും വിലപിക്കുന്ന രംഗമാണിത്. ഞാനും നിങ്ങൾ ഓർക്കണം, നമ്മുടെ ഉപ്പയെ അവഗണിക്കുകയാണ്. എത്ര വലിയ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും, എത്ര വലിയ സംഘമുണ്ടെങ്കിലും, എത്ര വലിയ രാഷ്ട്രീയക്കാരൻ സ്വന്തം പിതാവിനെ ആരും അവഗണിക്കാറില്ല, സ്വന്തം ഉമ്മയെ ആരും അവഗണിക്കാറില്ല. സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളുണ്ടല്ലോ, നമ്മുടെ കുഞ്ഞുമക്കളുണ്ടല്ലോ, നമ്മുടെ കരളിന്റെ കഷണങ്ങളുണ്ടല്ലോ. ഉപ്പ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ഉപ്പാ ഉപ്പാ എന്ന് പറഞ്ഞിട്ട് നിലവിളിക്കുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ. ഈ കുഞ്ഞുമക്കളോടുള്ള സ്നേഹം നമ്മൾ മറ്റാരോടും കാണിക്കാറില്ല എങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈ കുഞ്ഞുമക്കൾ നിങ്ങൾക്കെതിരെ നാളെ വരുമത്രേ, ഈ കുഞ്ഞുമക്കൾക്കെതിരെ നിങ്ങളും നാളെ മഹ്ശറിൽ വരുമത്രേ. ഓരോ മനുഷ്യനും അവന്റെ സ്വന്തം ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ബീജത്തിൽ ജനിച്ച മക്കളെ പോലെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ സമർപ്പിക്കും. അല്ലാ, എന്നെ എന്റെ മക്കളെ പ്രായശ്ചിത്തം നൽകിയിട്ട് എന്നെ രക്ഷപ്പെടുത്തുമോ അല്ലാ. ഓരോ മനുഷ്യനും നാളെ മഹ്ശറിൽ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ വിലപിക്കുന്ന രംഗമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ولا يسأل حميم حميما ولا